യുഎസിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. രണ്ടാം തവണ അധികാരത്തിലേറിയ ട്രംപ് ഭരണകൂടം വിവാദപരമായ നടപടികളാണ് തുടരെ നടത്തുന്നത്. അനധികൃത കുടിയേറ്റത്തിലും ജന്മാവകാശ പൌരത്വത്തിലുമടക്കം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നത്. അനധികൃത മാർഗങ്ങളിലൂടെ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരടക്കം നിരവധി വിദേശികളെ നാടുകടത്തിയതിന് പിന്നാലെ വിവാദമായേക്കാവുന്ന പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ, അഫ്ഗാൻ പൌരന്മാർക്ക് യുഎസിലേക്കുള്ള യാത്രാ വിലക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ രാജ്യങ്ങൾക്ക് പുറമെ മറ്റു ചില രാജ്യങ്ങൾക്കും വിലക്ക് വരാമെന്നാണ് വിവരം. യാത്രാ വിലക്ക് അടുത്തയാഴ്ച ആദ്യം പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ തീരുമാനം വലിയ വിവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അമേരിക്കൻ സേനയ്ക്കൊപ്പം ജീവൻ പണയപ്പെടുത്തി പോരാടിയ അഫ്ഗാൻ പൌരന്മാരോടുള്ള വഞ്ചനയായാണ് ട്രംപിന്റെ നീക്കത്തെ വിമർശകർ വിശേഷിപ്പിക്കുന്നത്. യുഎസിനു വേണ്ടി ജോലി ചെയ്തതിന്റെ പേരിൽ താലിബാൻ പ്രതികാരം ചെയ്യുമെന്ന ഭയത്താൽ നാടുവിട്ട് വിവിധയിടങ്ങളിൽ കഴിയുന്ന 2 ലക്ഷത്തോളം അഫ്ഗാൻകാരെ വിലക്ക് ബാധിക്കും. യുഎസിലേക്ക് കുടിയേറാൻ അനുമതി ലഭിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇവരുടെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. സൈനികർക്ക് വേണ്ടി വിവർത്തനം നടത്തിയവർ, സൈനിക സഹായങ്ങൾ നൽകിയവർ, അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ ജീവനക്കാർ എന്നിവരാണ് താലിബാന്റെ പ്രതികാര നടപടികൾ ഭയന്ന് ജീവിക്കുന്നത്. രാജ്യസുരക്ഷയുടെ ഭാഗമായാണ് ട്രംപ് വിലക്ക് ഏർപ്പെടുത്തുന്നത്. ട്രംപിന്റെ വിലക്ക് നേരിടുന്ന കൂടുതൽ രാജ്യങ്ങളുടെ പട്ടിക ഈ മാസം 12-ന് ശേഷം അറിയാൻ കഴിയും. മുൻപ് അധികാരത്തിലെത്തിയപ്പോഴും 6 മുസ്ലിം രാജ്യങ്ങളിലെ പൌരന്മാർക്ക് ട്രംപ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് അധികാരത്തിലെത്തിയ ജോ ബൈഡൻ ഇത് പിൻവലിച്ചു. അമേരിക്കയിൽ കുടിയേറാൻ അനുമതി കിട്ടാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ പരിശോധനകൾക്ക് വിധേയരായവരാണ് അഫ്ഗാനികൾ. എന്നിട്ടും അവരുടെ മുന്നിൽ ട്രംപ് ഭരണകൂടം വാതിലുകൾ കൊട്ടിയടക്കുകയാണെന്ന് വിമർശകർ കുറ്റപ്പെടുത്തുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സംഘർഷങ്ങളും ഇസ്ലാമിക് സ്റ്റേറ്റ് കലാപങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ കടുത്ത നടപടി. ദീർഘകാലമായി യുഎസിന്റെ സഖ്യകക്ഷിയുമായ പാകിസ്ഥാനും നിരോധത്തിൽ ഉൾപ്പെട്ടത് ട്രംപിന്റെ അമ്പരപ്പിക്കുന്ന നീക്കമാണ്. പുതിയ തീരുമാനം പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾക്ക് തിരികൊളുത്താൻ സാധ്യതയുണ്ട്. അമേരിക്കയിലേക്ക് കുടിയേറാമെന്ന പ്രതീക്ഷയിൽ 20,000 അഫ്ഗാൻ അഭയാർത്ഥികൾ പാകിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. യുഎസിലെത്തി ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന നിരവധി അഫ്ഗാനികൾക്കും പാകിസ്ഥാനികൾക്കും വലിയ തിരിച്ചടിയാണ് ട്രംപിന്റെ പുതിയ തീരുമാനം. കൂടാതെ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവ ചുമത്താനുള്ള തീരുമാനം അമേരിക്ക വൈകിപ്പിച്ചു. ഏപ്രിൽ 2 വരെ അധിക തീരുവ ചുമത്തേണ്ടെന്നാണ് ട്രംപിന്റെ പുതിയ തീരുമാനം. യുഎസ്, മെക്സിക്കോ, കാനഡ വ്യാപാര കരാർ അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് തീരുവ ഇളവ് പ്രഖ്യാപിച്ചത്. തീരുവ തീരുമാനത്തിലുള്ള ട്രംപിന്റെ മലക്കം മറിച്ചിലിനിടെ അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. ട്രംപിന്റെ 25% വരെയുള്ള തീരുവ നയം ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ഓഹരി വിപണിയെ വലിയ തോതിൽ ബാധിക്കുകയായിരുന്നു. ഈ സാഹചര്യം അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെ നിലവിൽ വന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ തീരുവ പ്രഖ്യാപനം നടപ്പിലാക്കുന്നത് ട്രംപ് നീട്ടിവെക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.